ഇന്നത്തെ ടോപ്പിക്ക് ഇതേ സംഭവം തന്നെയാണ്, ഫ്രാക്ഷൻ തന്നെയാണ്. ഫ്രാക്ഷൻ്റെ 4th പാർട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫ്രാക്ഷൻ്റെ പാർട്ട് 4. ഓക്കെ, സോ ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ അൺലൈക്ക് ഫ്രാക്ഷൻസ്. അത് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബാക്കി സെയിം ഡിനോമിനേറ്റർ വരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഡിനോമിനേറ്റർ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2/5 ഓക്കെ പ്ലസ് 5/10. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് LCM ആയിരുന്നു. സോ 5ഉം 10ഉം LCM എടുക്കുക. ഈ 5ലും 10ലും 5 ഉണ്ട് അല്ലേ, സോ 5നെ പുറത്തെടുക്കുക. 5ൽ 5 ഒരു തവണയുണ്ട്, 10ൽ 5 2 ടൈംസ് ഉണ്ട്. ഇനി കോമൺ ആയിട്ട് എടുക്കാൻ ഒന്നുമില്ല, ഇവിടെ 1 വന്നില്ലേ, ഇനി 2നെ മാത്രമേ എടുക്കാനുള്ളൂ. സോ 1 1 കഴിഞ്ഞു. അപ്പോൾ 5ഉം 2ഉം കോമൺ എന്താ പറയുക, 5ഉം 2ഉം ജസ്റ്റ് ഒന്ന് മൾട്ടിപ്പിൾ ചെയ്താലേ മതിയാവും നിങ്ങൾക്ക്. സോ LCM എന്താണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ലസാക്കു എന്നതാണ് മലയാളത്തിലൊക്കെ പറയുക. ഓക്കെ, LCM 5 × 2 എത്രയാണ്, 10. ഓക്കെ, 10 ആണ് നമുക്ക് ഇതിൻ്റെ LCM. സോ നമ്മൾ ആദ്യം എടുക്കേണ്ടത് 2/5നെയാണ്. ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് എഴുതണം, 10 എഴുതി കൊടുക്കണം. LCM ആണ് ഇവിടെ എഴുതി കൊടുക്കുന്നത്. ഈ 5നെ 10 ആക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. സോ താഴെ മാത്രം ചെയ്താൽ പോരാ, എന്ത് നമ്പർ കൊണ്ട് താഴെ ചെയ്യണോ അതേ നമ്പർ കൊണ്ട് മേലെയും ചെയ്യണം. സോ 2 2s are 4 എഴുതി കൊടുത്തു. ഇനി നെക്സ്റ്റ് 5/10 ഇൻറ്റു 2 എഴുതാൻ പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, എഴുതാൻ പാടില്ല. നമുക്കിവിടെ എന്ത് വേണം, ഇവിടെ 10 ആണ് വേണ്ടത്. 10നെ 10 ആക്കി എടുക്കണം എങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം, 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. സോ 10 × 1 എത്രയാണ്, 10. 5 × 1 എത്രയാണ്, 5. ഇനിയിപ്പോൾ നമുക്ക് എന്തായി, താഴെ ഡിനോമിനേറ്റർ സെയിം ആയി. സോ 2/5ന് പകരം നമ്മൾ എഴുതുന്നത് 4/10 പ്ലസ് 5/10ന് പകരം എന്ത് തന്നെ എഴുതി കൊടുക്കാം, 5/10 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക, 9/10. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ ഇത്? മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തത് ദിയ പറഞ്ഞു. അവന്തിക മനസ്സിലായ? കിഷാൻ? ഓരോരോ ക്വസ്റ്റ്യൻ മനസ്സിലായോ ചോദിക്കുമ്പോൾ 3 പേരും ആൻസർ പറയണം കേട്ടോ. അവന്തിക കിട്ടിയോ, മനസ്സിലായോ? അവന്തിക, ദിയ അല്ല, സോറി ദയ. ഓക്കെ, അവന്തിക ഇല്ലേ ക്ലാസ്സിൽ? ആ പറയ്, മനസ്സിലായോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 2 ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. 4/9 പ്ലസ് 3/12 കേട്ടോ. ഇനി നമ്മൾ വീണ്ടും LCM എടുക്കാൻ പോവാണ്. 9 12. ഓക്കെ, ഇത് രണ്ടും ഈവൻ നമ്പറാണോ ആദ്യം നമ്മൾ നോക്കണം, അല്ലെങ്കിൽ ഓഡ് നമ്പറാണോ നോക്കണം. ഇപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും ഈ 9 ആവട്ടെ 12 ആവട്ടെ ഏതെങ്കിലും സെയിം നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് ആദ്യം നോക്കണം. നോക്കുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പം ഇതിന് തീർച്ചയായിട്ടും എന്തറിഞ്ഞിരിക്കണം, ടേബിൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക്, അപ്പോഴാണ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് 9ഉം 12ഉം. ഈ 9 3ൽ എത്ര ടൈംസ് ഉണ്ട്, 3 ടൈംസ് ഉണ്ട്. 12ൽ എത്ര ടൈംസ് ഉണ്ട്, 4 ടൈംസ് ഉണ്ട്. ഇനി ഇതിൽ കോമൺ മൾട്ടിപ്പിൾ ഇല്ല അല്ലേ, കോമൺ ഫാക്ടേഴ്സ് ഇല്ല. സോ 3യും 4ലും വേറെ ഒന്നുമില്ല, 3ൻ്റെ ടേബിളിലും 4ൻ്റെ ടേബിളിലും. ഈ 2 എണ്ണം ഓരോരോ തവണയേ വരുള്ളൂ. അപ്പം നമുക്ക് കോമൺ ആയിട്ട് ഒന്നും എടുക്കാൻ സാധിക്കില്ല. അത് കാരണം ഞാൻ 3നെ മാത്രം എടുക്കുന്നു, 1 ഇവിടെ ഇട്ട് കൊടുക്കുന്നു. 3ൽ 3 1 ടൈം. പക്ഷേ ആ 4നെ അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ 4 എടുക്കുന്നു, ഇവിടെ 1 1 കഴിഞ്ഞു. സോ 3 3s are 9, 9 4s are 36.
3 3s are 9, 9 4s are എത്രയാണ് 36. 36 ആണ് നമ്മളുടെ LCM. ഓക്കെ, സോ ഈ 4/9 ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? ദയ എന്തിവിടെ എഴുതി കൊടുക്കേണ്ടത്? നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് എത്രടാ? ഒന്നും കൂടി പറയാ ചോദ്യം. ഈ ഭാഗത്ത് ഞാനിപ്പോൾ എന്താ എഴുതി കൊടുക്കേണ്ടത്? ഈ ബോക്സ് ഇട്ടിട്ടില്ലേ, ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ എന്താ എഴുതി കൊടുക്കേണ്ടത്? LCM ആയ 36നെയാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ അൺലൈക്ക് ഡിനോമിനേറ്റർ അല്ല, അൺലൈക്ക് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സോ ഇവിടെ 9, ഇവിടെ 12 ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരേ നമ്പറാക്കി മാറ്റണം. അതിനാണ് നമ്മൾ LCM എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 36 കിട്ടി. ഓക്കെ, 36 ആണ് LCM ആയിട്ട് കിട്ടിയത്. ആ 36 ആണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ശരി, നെക്സ്റ്റ് ദയ പറയണം കേട്ടോ. 36ൽ 9 എത്ര ടൈംസ് ആണ് ഉള്ളത്? അപ്പം 9ൻ്റെ ടേബിൾ ജസ്റ്റ് ഒന്ന് പറയേണ്ടി വരും. അപ്പോൾ ദയ പറയൂ, 9ൻ്റെ ടേബിൾ എന്താ? പറയടാ, 9ൻ്റെ ടേബിൾ 9 9 20 18 9 27 4 36. ആ, അപ്പം ഞാനിവിടെ എത്ര എഴുതി കൊടുക്കണം? ഇവിടെ ഈ പ്ലേസിൽ 4. ഇതിൻ്റെ മേലെയോ എത്ര എഴുതി കൊടുക്കണം? ഈ ഭാഗത്ത് 4. ഇനി 4 4s are 4 4 എത്രയാ? 4 × 4 എത്രയാ? 16. അത്ര തന്നെ ഉള്ളൂ. 16/36 കിട്ടി. ഇനി 3/12 ട്ടാ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ട്ടാ, ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? ഈ ബോക്സിൻ്റെ ഉള്ളിൽ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ആ, പറയൂ, ഈ ബോക്സിനുള്ളിൽ എന്താ എഴുതി കൊടുക്കേണ്ടത്? 16 ഇല്ല, 36 ട്ടാ. LCM കിട്ടുന്നതാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ ഈ താഴെ ഭാഗം വേറെ ആയിട്ട് മാറ്റാൻ പോവുകയാണ്. എന്തിനാ മാറ്റാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12ഉം ഈ പറയുന്ന 9ഉം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. ഇതിനെ സെയിം ആക്കി കഴിഞ്ഞാലേ നമുക്ക് മേലെ ഉള്ള രണ്ടെണ്ണത്തിനെയും ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് സെയിം ആക്കണമെങ്കിൽ അതിനെ നമ്മൾ LCM എടുക്കണം. അപ്പോൾ LCM ആണ് 36. ഈ 36ലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ ഈ 12നെ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 36 വരിക എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുള്ളൂ. സോ നോക്കൂ, ടേബിള് നിങ്ങൾ ആദ്യം 1 തൊട്ട് 10 വരെ പഠിച്ചതിൻ്റെ ശേഷം വീണ്ടും നിങ്ങൾ എത്ര വരെ പഠിക്കണം എന്നറിയോ? 1 തൊട്ട് 20 വരെ പഠിക്കണം. എങ്ങനെ? 1 2s are 2, അങ്ങനെ 20 2s are 40 ട്ടാ, ഇതുവരെ. അതേപോലെ 20 1s are 20, അങ്ങനെ 20 × 20s are 400. ഇതുവരെ നിങ്ങൾ പഠിച്ചെടുക്കണം. 20 വരെ ടേബിൾ നിർബന്ധമായി പഠിച്ചെടുക്കണം. അത് സ്പീഡായി പറയാനോ അറിയണം. ഓരോരോ ദിവസം ഒന്നൊന്ന് വീതമെങ്കിലും വെച്ച് പഠിച്ചോളൂ. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏതിൻ്റെങ്കിലും കിട്ടിയില്ല എങ്കിൽ അതാദ്യം പഠിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എളുപ്പമാവും ഒന്നും കൂടി. ഓക്കെ, സോ ഇവിടെ 12ൻ്റെ ടേബിൾ അറിയണം, അല്ലെങ്കിൽ 3ൻ്റെ ടേബിൾ അറിയണം. അങ്ങനെ അറിഞ്ഞെങ്കിൽ ഇവിടെ 36 വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാവും. സോ 3ൻ്റെ ടേബിൾ 12 തവണ 12 3s are എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ അറിയണം 36 എന്ന്. സോ ചെറിയ നമ്പേഴ്സൊക്കെ ആദ്യം പഠിച്ചെടുത്തോളൂ ട്ടാ. 2ൻ്റെ ടേബിള് 20 വരെ പഠിച്ചെടുക്കണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത് കിഷാൻ? അപ്പോൾ ഈ 3 ഇവിടെ എഴുതിയത് മേലെയോ എഴുതണം. 3 3s are എത്രയാണ്? 9. ഇനിയിപ്പോൾ നമുക്ക് എന്തായി? ആദ്യത്തെ 4/9 പകരം 16/36 കിട്ടി. പ്ലസിന് പകരം പ്ലസ് തന്നെ ഇട്ട് കൊടുക്കുക. 3/12 പകരം എന്ത് കിട്ടി? 9/36 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴെ സെയിമായി, അപ്പോൾ അതിനെ അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. മേലെ രണ്ടിനെയും ആഡ് ചെയ്യുക. 16 + 9 എത്രയാണ് ദയ? 16 + 9 എത്രയാ? പറയൂ.
കൗണ്ട് ചെയ്ത് പറയൂ. 16 + 9. യെസ്, കറക്റ്റ്. 25. ഇതാണ് നമ്മളുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഓരോരോ ക്വസ്റ്റ്യനും പറഞ്ഞു തരുമ്പോൾ കുറച്ച് സമയം തന്നെ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ ഇതേ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ഞാൻ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത വീഡിയോസ് വീണ്ടും വീണ്ടും കാണുക കേട്ടോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം തന്നെ ചോദിക്കുക. അപ്പോൾ എനിക്ക് ഇപ്പം തന്നെ അത് ക്ലാരിഫൈ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. മനസ്സിലായോ സെക്കൻഡ് ക്വസ്റ്റ്യൻ 3 പേർക്കും? ഓക്കെ, ആ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കൂ. അവന്തിക കിട്ടിയോ? ക്ലിയർ ആണോ? കിഷാൻ? ഓക്കെ. ഇപ്പോൾ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട് അല്ലേ? 4 ഉണ്ട്, 5 ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ 4നും 5നും കോമൺ ആയിട്ട് ഒരു നമ്പർ ഇല്ല. മീൻസ് ഏതെങ്കിലും ടേബിളിൽ 4ഉം 5ഉം വരുമോ? നോ. സോ നമ്മൾ എന്ത് ചെയ്യണം? 4നെ ആദ്യം പുറത്തെടുക്കും, 1 ഇട്ട് കൊടുക്കും. 5നെ പിന്നെ പുറത്തെടുക്കും, 1 ഇട്ട് കൊടുക്കും അല്ലേ? സോ 4 5s are 20. ഇപ്പം ഇതാണ് ശരിക്കും LCM വരുന്നത്, 20 LCM വരുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഇപ്പം 4ഉം 5ഉം നിങ്ങൾക്ക് സെയിം ടേബിളിൽ വന്നില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേറൊരു പരിപാടി ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഈ 5 കൊണ്ട് ഈ ഒരു ഫുൾ ഫ്രാക്ഷനെയും താഴെയും മേലെയും മൾട്ടിപ്പിൾ ചെയ്യുക. അതേപോലെ ഈ 4 കൊണ്ട് ഫുൾ ഫ്രാക്ഷനെയും താഴെയും മേലെയും മൾട്ടിപ്പിൾ ചെയ്താലും നിങ്ങൾക്ക് മതിയാവും. എങ്ങനെയാണ് ഒന്നുകൂടി പറയാം. 1/4 + 1/4 + 3/5. ഓക്കെ, 4 5 ഇത് രണ്ടും സെയിം ഏതെങ്കിലും നമ്പറിൽ. ഇപ്പോൾ ആദ്യം നമ്മൾ നോക്കിയപ്പോൾ 9 ഉണ്ടായിരുന്നു, 12 ഉണ്ടായിരുന്നു. ഇത് രണ്ടും സെയിം ടേബിളിൽ വരും. ഏതിൻ്റെ ടേബിളിൽ എന്ന് വെച്ചാൽ 3ൻ്റെ ടേബിളിലും വരും, 12ൻ്റെ ടേബിളിലും വരും. അത് കാരണം നമ്മൾ LCM എടുത്ത് ചെയ്യുന്നത് കാരണം പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ വരാത്ത നമ്പേഴ്സ് ഉണ്ടാവില്ലേ, അത് വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു എളുപ്പ പണിയുണ്ട്. എന്ത് പണിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1/4നെ എടുക്കുക, ഇൻറ്റു ഈ ഡിനോമിനേറ്ററിൽ എന്തുണ്ടോ അതിന് ജസ്റ്റ് മേലെയും താഴെയും ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താലും 4 5s are 20 കിട്ടി, 1 5s are 5 കിട്ടി. അപ്പോഴും നമുക്ക് 20 തന്നെ LCM ആയിട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെ 3/5 ആണെങ്കിൽ ഇതിൻ്റെ താഴെ നെക്സ്റ്റ് ഇതിന് മുന്നിലുണ്ടല്ലേ ഫ്രാക്ഷൻ, ഇതിൻ്റെ താഴെ എന്തുണ്ടോ അത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ 12/20. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? 1/4ന് പകരം നമുക്ക് കിട്ടിയത് 5/20 പ്ലസ് 3/5ന് പകരം കിട്ടിയത് 12/20. ഇനി നെക്സ്റ്റ് ലെവൽ 20 20 സെയിം ആയില്ലേ? അപ്പോൾ 20 എഴുതി കൊടുക്കുക. 5 + 12 എത്രയാണ്? 17. എളുപ്പമായില്ലേ ഇത്? ഇവിടെ എന്ത് ചെയ്യേണ്ട? LCM എടുക്കേണ്ട ആവശ്യം വന്നില്ല. ക്ലിയർ? അല്ലാതെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? ഡിനോമിനേറ്റർ സെയിം ആയി കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒന്നെങ്കിൽ LCM എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്താലും മതിയാവും. കാണിച്ചു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതേപോലെ ഉണ്ട്, കാണിച്ചു തരാം. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ 2/5 + 1/3. ഈ 5ഉം 3യും ഒരേ ടേബിളിൽ വരുമോ? 5ൻ്റെ ടേബിളിൽ 3 വരുമോ? നോ. 3ൻ്റെ ടേബിളിൽ 5 വരുമോ? ഇല്ല. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമുക്കൊന്നും എടുക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 2/5നെ ഈ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, താഴെയും മേലെയും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6/15. അതേപോലെ 1/3നെ ഈ പറഞ്ഞ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ എത്ര വരും? 1 5s are 5, 3 5s are 15. ഇപ്പം എന്തായി? അതേപോലെ ഡിനോമിനേറ്റർ സെയിം ആയി. 2/5ന് പകരം നമുക്ക് കിട്ടിയത് 6/15 പ്ലസ് 1/3ക്ക് പകരം നമുക്ക് കിട്ടിയത് 5/15. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി, മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്യാൻ പോകുന്നത് ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ കിഷാനാണ്. കിഷാൻ ആൻസർ ചെയ്യൂ കേട്ടോ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് 2/5 + 3/10 ആണ്. ഈ 5ഉം 10ഉം ശ്രദ്ധിക്കുക, അൺലൈക്ക് ആയിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ LCM എന്തെടുക്കാം? ഇത് രണ്ടും ഒരേ ടേബിളിൽ വരാൻ സാധ്യതയുണ്ടോ? ഒരേ ടേബിളിൽ വരുന്നുണ്ടോ?
വരുന്നുണ്ട്. ഏതിൻ്റെ ടേബിളിലാണ് വരുന്നത്? 5. 5-ൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10ഉം 5ഉം ഒരേ ടേബിൾ ഫസ്റ്റ് നമ്മൾ LCM കാണിച്ചു തരാം. ഇവിടെ 5, ഇവിടെ 10. ഓക്കെ, സോ 5ന് പുറത്തെടുത്തു എങ്കിൽ 5ൻ്റെ ടേബിളിലല്ലേ 2 വരണം. 5ന് പുറത്തെടുത്തെങ്കിൽ ഇവിടെ 1 ഒരു തവണ, 10ൽ 5 2 തവണ, വീണ്ടും 2ന് പുറത്തെടുക്കും. അപ്പോൾ നമുക്ക് കിട്ടിയത് LCM 5 × 2 എത്രയാണ്? 10 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇത് ലീസ്റ്റ് കോമൺ ഫാക്ടറാണ്, അത് കാരണം 10. നിങ്ങൾ 2 തരത്തിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ തന്നെ ഇവിടെ നോക്കൂ. ഇവിടെ 5ൻ്റെയും 10ൻ്റെയും സംഭവം നിങ്ങൾ എന്ത് ചെയ്യും? 2/5 × 10/10 എന്ന് ചെയ്യും അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20/50 എന്ന് കിട്ടും. അടുത്തത് 3/10 × 5/5 എന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 15/50. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് 2നെ ആഡ് ചെയ്യണം. 20/50 + 15/50 എന്ന് എഴുതും. എന്നിട്ട് 35/50 നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സിമ്പിൾ ഫോമിൽ വേണം പറയാൻ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള ഫോമിൽ വേണം പറയാൻ. സോ 35ലും 5 7 തവണയുണ്ട്, 50ലും 5 10 തവണയുണ്ട്. സോ 7/10 ആൻസർ. ഇവിടെ അടിച്ചു കൊടുക്കുന്നത് ഒരു എക്സ്ട്രാ പരിപാടിയായിട്ട് നമുക്ക് നിൽക്കുന്നു. അത് ഇനിയൊരു മെത്തേഡ് എന്ന് പറയണത് ഈ രണ്ടും നമുക്ക് സ്റ്റാർട്ടിങ്ങിലേ പറയാം. 5ൻ്റെ ടേബിളിലും 5 വരുന്നുണ്ട്, 10ൻ്റെ ടേബിളിലും 5 വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിൽ ഏതാണ് വലിയ നമ്പർ? 10. അതിനെ നമ്മൾ LCM ആക്കി എടുക്കുക. ഇനി ഈ 10ലേക്ക് 5നെ എത്തിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ 2/5നെ 10ലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. അപ്പോൾ 5 10ൽ എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. 2 എത്രയാണ്? 2 2s are 4 കിട്ടി. അടുത്തത് 3/10 എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരണം? ഇവിടെ 10 തന്നെ വരണം. അപ്പോൾ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. സോ 3/10 എന്ന് കിട്ടി. ഇനി നോക്കൂ, 4/10 + 3/10 എത്രയാണ് കിട്ടുക? 7/10. സെയിം ആൻസർ കിട്ടിയില്ലേ? ഒന്നെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ LCM മെത്തേഡ് യൂസ് ചെയ്തോളൂ. ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ അത് അടിച്ചു കൊടുക്കുക, ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ട് ആൻസർ എഴുതുക. ഓക്കെ ആണോ? ദയാവന്തിക, കിഷാൻ മനസ്സിലായില്ലേ? കിഷാൻ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കിഷാനാണ് ചെയ്യാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് എനിക്ക് ആൻസർ പറയണം കേട്ടോ. 5/14 + 3/7 ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ LCM എടുക്കാനേ പോകുന്നില്ല. അതിന് പകരം ഞാൻ ഇവിടെ നോക്കിയിട്ടേ പറയുന്നു ഇതിൽ LCM എന്തായിരിക്കും എന്നുള്ളത്. എന്തായിരിക്കണം LCM? 14 ഇവിടെ 7 ഉണ്ട്. LCM എന്തായിരിക്കണം? ദയക്ക് പറയാൻ സാധിക്കുമോ LCM എന്തായിരിക്കുമെന്ന്? 14 × 7 ചെയ്യണം. ഓക്കെ, അതല്ലാതെ അത്രയ്ക്ക് പോണോ നമുക്ക്? വേണ്ട. ആ, രണ്ടിലും എന്തുണ്ട്? 7 ഉണ്ട് അല്ലേ? 7ൻ്റെ ടേബിളിൽ 7ഉം വരുന്നുണ്ട്, 14ഉം വരുന്നുണ്ട് അല്ലേ അവന്തിക? ആ, അപ്പം നമുക്ക് ഇതിൽ ഏതാണോ വലിയ നമ്പർ അതാണ് നമ്മളുടെ LCM ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 14നെ LCM ആയിട്ട് എടുത്താൽ മതിയാവും. ഓക്കെ, സോ 5/14 ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് എഴുതണം? 14 എഴുതി കൊടുക്കണം. സോ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 14 വരുന്നത്. അപ്പോൾ അതേപോലെ മേലെ 5നെയും 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അടുത്തത് 3/7 ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു 7നെ എന്താക്കി മാറ്റണം? 14 ആക്കി മാറ്റണം. സോ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 14 വരുന്നത്. സോ 3 2s are എത്രയാണ്? 6. ഇനി എന്ത് ചെയ്യണം? 5/14 + 6/14 രണ്ടും കൂടി ആഡ് ചെയ്താൽ 11/14 കിട്ടി. ഇനിയിപ്പോൾ LCM എടുത്ത് വേണമെങ്കിൽ നോക്കണമെങ്കിൽ നോക്കാം. ഞാൻ എളുപ്പ വഴി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. 14ഉം 7ഉം LCM രണ്ടിലും 7 ഉണ്ട്. അപ്പോൾ 7നെ പുറത്തെടുത്തോളൂ. 14 7 2 തവണ, 7 7 ഒരു തവണ, വീണ്ടും 2നെ പുറത്തെടുക്കൂ. ഇവിടെ 1,1 വരണം, അതുവരെ നമ്മൾ ചെയ്യണം കേട്ടോ. സോ 7 2s are എത്രയാണ്? 40. ഇതല്ലേ നമ്മൾ ഇവിടെയും കിട്ടിയത് LCM ആയിട്ട്. ഇപ്പം ദയ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ ചെയ്യാം,
അതും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. 5/14 7 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തോളൂ, ഒരു പ്രശ്നം വരില്ല. 14 × 7 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 പ്ലസ് ഒരു 28 98 വരും. ഇവിടെ മേലെ 35 വരും. താഴെ 3/7 ഇൻറ്റു ഇതിനെന്തുകൊണ്ട് ചെയ്യണം? 14 കൊണ്ട് ചെയ്യണം. അപ്പോഴും താഴെ എത്ര വരും? 98 വരും. മേലെ എത്ര വരും? 52 വരും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. 35/98 പ്ലസ് 52/98. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 87/90. അല്ല 5 28 98 12 1 3 42 കേട്ടോ. 42 ആണേ. 77 ആണ് വരിക. ഇവിടെ എത്രയാണ്? 42. ഇവിടെ 42. ഇവിടെ പ്ലസ് എത്ര വരും? 77 വരും. അപ്പോൾ 98ഉം 77. ഇത് നിങ്ങൾ 7ൻ്റെ ടേബിൾ പഠിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. ഇനി പഠിച്ചു വെച്ചോളൂ. 77 7ൻ്റെ ടേബിളിൽ 11 തവണയുണ്ട്. 77 7 98 എത്ര തവണയുണ്ട്? 14 തവണയുണ്ട്. സോ നമുക്ക് 11/14. ആ പറയടാ. എന്താണ് എഴുതിയെടുത്തോളൂ. എഴുതിയെടുക്കാൻ പറ്റിയെങ്കിൽ അത്രയും സ്പീഡിൽ എഴുതിയെടുക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഇത് അയച്ചു തരുന്നുണ്ട്, PDF ഞാൻ അയച്ചു തരുന്നുണ്ട്. അതിൽ നോക്കി എഴുതിയെടുത്താലും മതി കേട്ടാ. വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് എഴുതിയെടുക്കാൻ പറ്റിയെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലത്. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കഴിഞ്ഞിട്ടാണോ ഇവിടെ എത്തിയത് എന്നുള്ളതൊക്കെ അറിയണ്ടേ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് എഴുതിയെടുക്കണതാണ് കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ PDF ഞാൻ അയക്കുന്നില്ലേ, അത് നോക്കി എഴുതിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറേ ഉണ്ട് പഠിക്കാനേ. ഇപ്പം നമ്മൾ ഇത് എഴുതിയെടുക്കാൻ ഞാൻ സമയം തന്നു എങ്കിലേ ഒരുപാട് സമയം അങ്ങോട്ട് പോവും. പിന്നെ നമുക്ക് എന്താ പറയുക, ടൈം തികയാതെ ആവും. അത് കാരണമാണ് ഞാനിപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ 6 ക്വസ്റ്റ്യൻ വരെ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് 10-15 വരെ ഉണ്ട്. അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് അയക്കുമോ? നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് ഡൗട്ട്സ് വരിക. അത് തീർച്ചയായിട്ടും എനിക്കൊന്ന് വോയിസ് മെസ്സേജ് അയക്കുകയോ ടൈപ്പ് ചെയ്ത് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് അപ്പം തന്നെ ക്ലാരിഫൈ ചെയ്ത് തരുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോട്ടെ. നെക്സ്റ്റ് കാര്യങ്ങൾ പഠിക്കാം. എന്ത് പറയണു? ഇനി അടുത്തത് ഇതിപ്പോൾ നമ്മൾ എന്ത് മാത്രം ചെയ്തു? അഡീഷൻ മാത്രം ചെയ്തു അല്ലേ? അൺലൈക്ക് ഫാക്ടേഴ്സ്, അൺലൈക്ക് ഡിനോമിനേറ്റേഴ്സ്, പ്ലസ് മാത്രമേ ചെയ്ത് പഠിച്ചുള്ളൂ. മൈനസും ഇതേപോലെ തന്നെ LCM എടുക്കുക, മൈനസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ വർക്കൗട്ട് ഞാൻ തരാം. അത് നിങ്ങൾ ചെയ്ത് തന്നെ വരണം കേട്ടോ. ഞാൻ അതിൻ്റെയും അടുത്തത് പറഞ്ഞു തരാനുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ തീർച്ചയായിട്ടും എളുപ്പമാണ്. മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ 1/2 ഇൻറ്റു 1/2 എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചോളൂ. 1/2 ഇൻറ്റു 1/2 എന്ന് തരുന്നുണ്ടെന്ന് വെച്ചോളൂ. വേഗം പോയിട്ട് രണ്ടും താഴെ ഡിനോമിനേറ്റർ സെയിം ആണെന്ന് പറഞ്ഞിട്ട് 2 ഇട്ട് വെച്ചിട്ട് മേലെ 1 ഇട്ട് വെക്കരുത്, തെറ്റി. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ്റെ സമയത്ത് ന്യൂമറേറ്ററിനെ ന്യൂമറേറ്റർ കൊണ്ടും ഡിനോമിനേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ടും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുകയാണ് വേണ്ടത്. കിഷാൻ, ഞാൻ എന്താ പറഞ്ഞു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ. കൊണ്ടും ന്യൂമറേറ്ററിനെ ന്യൂമറേറ്റർ കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. സോ ആൻസർ 1 1s are 1, 2 2s are 4. 4 ആണ് ആൻസർ. ഇപ്പോൾ കിട്ടിയില്ലേ? ഇനി അടുത്തത് 3/4 ഇൻറ്റു 1/2. എന്ത് ചെയ്യണം അവന്തിക? ആൻസർ പറയൂ. എന്തായിരിക്കാം ആൻസർ? അവന്തിക ഡാ കേൾക്കണ്ട?
എന്തായിരിക്കണം ആൻസർ? അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ചീത്തയൊന്നും പറയില്ല. മനസ്സിലായില്ലെങ്കിൽ ഇല്ല മിസ്സേ എനിക്ക് കിട്ടിയില്ല മിസ്സേ പറയണം. വീണ്ടും പറഞ്ഞു തരാം. 3/8. സൂപ്പർ ആന്തിക. അടുത്തത് ദയ. ആൻസർ പറയൂ. എന്താടാ? 1 minute. ആ, നമുക്ക് 2/2 എത്രടാ? 10/10. 10/10. സൂപ്പർ. ഇങ്ങനെ കോമൺ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ആൻസർ 1/1 ആയിരിക്കണം. ഇതിനെ വീണ്ടും ക്യാൻസൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. സോ ആൻസർ 1/1. ക്യാൻസൽ ചെയ്ത് കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒന്നും പ്രശ്നമൊന്നുമില്ല, നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. സോ 10/10 ആണ് ആൻസർ. അല്ലെങ്കിൽ ഇതിനെ വീണ്ടും കട്ട് ചെയ്തിട്ട് 1/1 നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിങ്ങനെയും ക്യാൻസൽ, അത് അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. അടുത്തത് അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നത് കാരണം ഞാൻ നെക്സ്റ്റ് പോട്ടെ. വർക്കൗട്ട് തന്നാൽ ചെയ്യുമോ? മേലത്തെ ഭാഗം മേലെ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം, താഴത്തെ ഭാഗം താഴെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇതിന് LCM മൾട്ടിപ്ലിക്കേഷന് LCM എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്താടാ പറയൂ. ശരി, നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/2 ഇൻറ്റു 2/4. പറയൂ എന്തായിരിക്കും ആൻസർ? ആദ്യം പറയണം നോക്കാം. 2/8. 2/8. ഓക്കെ, കിഷാൻ പറഞ്ഞു. സൂപ്പർ കിഷാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 4/5 ഇൻറ്റു 1/7. വേഗം പറയണം നോക്കാം. 4/35. സൂപ്പർ അവന്തിക. അടുത്തത് അവന്തികയല്ലേ പറഞ്ഞത്? യെസ്, സൂപ്പർ. അടുത്തത് 2/3 ഇൻറ്റു 1/2. ആർക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം കേട്ടോ. 2/6. യെസ്, സൂപ്പർ. ഇനി അടുത്തത് 1/3 ഇൻറ്റു 1/3. ദയാ ട്രൈ ചെയ്യേ. 1/6 ആണോ? 3 3s are 9 അല്ലേ? ആ, തെറ്റിക്കോട്ടെ, എന്നാലും നിങ്ങൾ പറയാൻ നോക്കൂ കേട്ടോ. അങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് എന്താ പറയുക, കുറച്ച് സ്പീഡാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ തമ്മിൽ തന്നെ ഒരു കുഞ്ഞു നല്ല മത്സരം ഉണ്ടാവണം കേട്ടോ. ഞാൻ ഫസ്റ്റ് പറയണം എന്നുള്ളൊരു മത്സരം ഉണ്ടാവണം. അപ്പോഴാണ് നിങ്ങൾ കറക്റ്റായിട്ട് സ്പീഡായിട്ട് വരുള്ളൂ. 1/2 ഇൻറ്റു 5/8. 5/60. സൂപ്പർ. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ. ആ, 3. ആർക്ക് വേണമെങ്കിൽ പറയാട്ടോ. 8. യെസ്, കറക്റ്റ്. 3/8. സൂപ്പർ. ദയയല്ലേ പറഞ്ഞ്? യെസ്. ആ, ആർക്ക് വേണമെങ്കിൽ പറയാട്ടോ. കിഷാനും പറയാം, അവന്തികയ്ക്കും പറയാം, ആർക്ക് വേണമെങ്കിൽ പറയാം. ആ, ആദ്യം പറയാൻ നോക്കട്ടെ. 3/12. എടാ 4 3s ആണ്. 3 ആണത്. 4 3s 12 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/3 ഇൻറ്റു 2/3.
2/9. സൂപ്പർ സൂപ്പർ സൂപ്പർ. നെക്സ്റ്റ് ഒരു മിനിറ്റ്. ഫോർ ബൈ 5 ഇൻറ്റു 1/4. 4/20. 20. 25. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/3 ഇൻറ്റു 2/7. 2. 21. യെസ്, കറക്റ്റ്. അവന്തിക ട്രൈ ചെയ്യുന്നുണ്ടോ നീ? ആ പറയൂ അവന്തിക, പറയൂ. ഇവിടെ എത്രയാ? 2/36. ഓക്കെ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിടുന്നുണ്ട്. നിങ്ങൾ നോട്ടിൽ വർക്കൗട്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ചോദിക്കും കേട്ടോ. എല്ലാവരും വർക്കൗട്ട് ചെയ്ത് വെക്കണേ. ഇപ്പോൾ എഴുതുന്നുണ്ട്. ഇതെപ്പോൾ വരാം. 3/6 ഇൻറ്റു 4/6. ആൻസർ ചെയ്യൂ കേട്ടോ. ഇത് എഴുതി വെക്കൂ. ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ എഴുതി വെച്ചിട്ട് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യൂ. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന എല്ലാവരും ആൻസർ ചെയ്യണം. 15 വരെ കേട്ടോ. കഴിഞ്ഞോ? ചെയ്തോ? 15 വരെ കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ കിഷാൻ പറയൂ, 12th ക്വസ്റ്റ്യൻ എന്താ ആൻസർ കിട്ടിയത്?
അച്ഛൻ കഥ അടച്ചിട്ട് പോയിക്കോളെ വെച്ചാ. പറയൂ. 4/5. 4/15. 13th question now. 4/32. 14th question now. കിഷാൻ തന്നെ പറയൂ. എല്ലാവരോടും ഞാൻ ചോദിക്കും. കിഷാൻ പറയൂ. 14th question എന്താ ആൻസർ കിട്ടിയത്? 12/36. സൂപ്പർ. അടുത്തത് 15th question നോ. എത്ര കിട്ടി കിഷാൻ? ഓക്കെ, ദയ പറയൂ. 15th question എന്താ കിട്ടിയത്? 50/72. യെസ്, കറക്റ്റ്. ഓക്കെ, അവന്തിക പറയൂ. 12th question എന്താ ആൻസർ കിട്ടിയത്? 4/32. 4/15. ഓക്കെ. 13th question എന്താ കിട്ടിയത് ആൻസർ? 4/32. 14th question 12/36. 15th question 15/72. ഓക്കെ. ദയക്കും കറക്റ്റായിട്ടാണോ കിട്ടിയത് ഇതെല്ലാം? ആ ശരി, ഓക്കെ. അവിടെ ഉണ്ട്. നെക്സ്റ്റ് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് എഴുതിയിടാം കേട്ടോ. എന്താ വെച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ശരിക്കും ചെയ്യുന്ന രീതിയാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിനെയും കുറച്ചും കൂടി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതും പറഞ്ഞു തരാം. 3/4 × 3/7. പറയൂ, ആൻസർ എന്തായിരിക്കും? ചാവി എടുത്തില്ലേ? ചെയ്യൂ കേട്ടോ, ഇൻഡിവിജ്വലായിട്ട് ചെയ്യൂ. 3/4/3/7. 9/28. ഇത് കിഷാന് കിട്ടിയ ആൻസർ. ഇനി ദയയും പറയണം, അവന്തികയും പറയണം. Six. Next question. 2/4 × 5/6. 10/24. ഓക്കെ. അവന്തിക പറയടാ. 5/6 × 1/3. 5/18. കറക്റ്റ്. വീണ്ടും അവന്തിക തന്നെ പറയൂ. 6/9 × 5/7. 30/30. 63. സൂപ്പർ അവന്തിക. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്ര വരെ നിങ്ങൾ ചെയ്തു. പക്ഷേ നമ്മുടെ ഫൈനൽ ആൻസർ പറയണത് ഇതല്ല കേട്ടോ. നമ്മൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫൈനൽ ആൻസർ പറയണത് ഇതല്ല. 30/63 കറക്റ്റാണ്. ഇപ്പം നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഫൈനൽ ആൻസർ ഇതല്ല. ഇത് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ കിട്ടും. ഫൈനൽ ആൻസർ പറയണത് നമ്മൾ സ്മോളസ്റ്റ് രൂപമായിരിക്കണം. ആ രൂപത്തിൽ തീർച്ചയായിട്ടും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുക എന്ന് നോക്കുമ്പോൾ ഒരു രീതി, ഈ 2ലും 8ലും ഏതിൻ്റെ ടേബിളാണ് കോമൺ ആയിട്ട് വരുന്നത്? 2ൻ്റെ ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ 2ല്
2 ഒരു തവണ, 8ൽ 2 4 ടൈംസ് വരുന്നുണ്ട്. സോ ആൻസർ 1/4 ആണ്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് ടൈമിലല്ലേ ക്രോസ് ചെയ്ത് ഇങ്ങനെ എഴുതിയത്, ഇതല്ലാതെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ എങ്ങനെ ചെയ്യുക, പെട്ടെന്ന് എങ്ങനെ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷനിലല്ലേ ഉള്ളത് അല്ലേ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഒരേ ഒരു കണ്ടീഷൻ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാർക്ക് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് കോമൺ ആയിട്ട് മേലെയും താഴെയും ഒരു നമ്പർ ഉണ്ട് എങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ നോക്കൂ, ആൻസർ 1/4. ഓക്കെ, ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യനും ചെയ്യാം. 4/5 ഇൻറ്റു 1/7. ഇപ്പോൾ 4/35 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ടേബിളിൽ വരുമോ? ഇത് 4ഉം 35ഉം 2ഉം ഏതെങ്കിലും ടേബിളിൽ വരുമോ? 4ൻ്റെ ടേബിളിൽ ഒരിക്കലും 35 വരില്ല അല്ലേ? വരുമോ? ഡിവിസിബിലിറ്റി റൂൾ അനുസരിച്ചിട്ട് 4 കൊണ്ട് ഡിവൈഡ് ആവണം എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ എന്ന് ഞാൻ പറയാറുണ്ട്. സോ 35 അല്ല 4 കൊണ്ട് പോവുക, 36 4 കൊണ്ട് പോവുക അല്ലേ? അപ്പോൾ ഇതിൽ കോമൺ ഫാക്ടർ ഇല്ല. അപ്പോൾ നമ്മൾ ഈ 4/35 അങ്ങനെ തന്നെ വിടുന്നു. ഇനി അടുത്ത നമ്പർ 2/3 ഇൻറ്റു 1/3. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ 2, ഇവിടെ 6 ഉണ്ട്. 2ൻ്റെ ടേബിളിൽ 2 1 ടൈം വരും, 6ൻ്റെ ടേബിളിൽ 2 3 ടൈംസ് വരും. സോ 1/3 ആണ് ആൻസർ. ദയ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നോ? എന്ത് പറ്റി ദയ? അമ്മയ്ക്കൊരു പ്രധാന കോൾ ഉണ്ടായിരുന്നു. ഓക്കെ, സോ നീ ഏതുവരെയാ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ? ഏതാ? ഫസ്റ്റ് മാത്രം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. 1/2 ഇൻറ്റു 2/4 നമ്മൾ ചെയ്തിട്ട് 2/8 കിട്ടിയിരുന്നു. ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്പർ വെച്ച് നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊടുത്തപ്പോൾ 1/4 കിട്ടി. ഇത് ഈ രീതിയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഇനിയൊരു രീതിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 2/4 ഇവിടെ ഇൻറ്റു മാർക്ക് ഉണ്ട് എങ്കിൽ മേലെ താഴെയും സെയിം നമ്പർ, അത് തൊട്ട് താഴെ തന്നെ വരാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ ഇനിയൊരു ഫ്രാക്ഷനിലും വരാം. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്ത് നമ്പർ ഉണ്ടോ സെയിം ആയിട്ടുണ്ടോ അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇനി ഫൈനലായിട്ട് ഇവിടെ എന്ത് വരും? ഇവിടെ 1, ആ 1 എഴുതി കൊടുക്കുക. ഇവിടെ 4, ആ 4 എഴുതി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കെ 4/5 ഇൻറ്റു 1/7 നമുക്ക് കിട്ടുന്നത് 4/35 ആണ്. ഇതിൽ കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല. 4ൻ്റെ ടേബിളിലോ 35 വരില്ല. അപ്പോൾ അത് കോമൺ ആയിട്ട് ഒന്നുമില്ല ഇതിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇത്ര തന്നെ. ഇത് ഷോർട്ടായിട്ട് ഇനി എഴുതാൻ പറ്റില്ല. അതെ 2/3 ഇൻറ്റു 1/2. 2/3 ഇൻറ്റു 1/2. 2/3 ഇൻറ്റു 1/2. ഇതും നമുക്ക് എന്താ ചെയ്യാതെ 2ഉം ക്യാൻസലായി. ഇനി ബാലൻസ് ഉള്ളത് ഇവിടെ ക്യാൻസൽ ആകുമ്പോൾ എത്ര തവണ ക്യാൻസൽ ആവണമെന്നും കൂടി എഴുതി വയ്ക്കുക. സോ 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 3 3. 1/3 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് 1/3 ഇൻറ്റു 1/3. ഇതിൽ കോമൺ ആയിട്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വെട്ടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നോർമലായിട്ട് 1/9 അതാണ് ഫൈനൽ ആൻസർ. ഇനി ഒരു രീതിയിൽ പറയണമെങ്കിൽ 1നും 9ഉം കോമൺ ഫാക്ടർ ഇല്ല. അത് കാരണം നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. 1/9 തന്നെയാണ് ആൻസർ. അതേപോലെ 5/16ലും കോമൺ ഫാക്ടർ ഇല്ല. അപ്പോൾ 5/16 ആണ് ഫൈനൽ ആൻസർ. ഇവിടെ 3/8ൽ കോമൺ ഫാക്ടർ ഇല്ല. 3/12ൽ ഫാക്ടേഴ്സ് ഉണ്ടാ? എങ്ങനെ അറിയാം? ഇത് അവിടെ നോക്കൂ. ഈ 3യും ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. ഞാനിത് മറ്റേ പേജിൽ എഴുതാം കേട്ടോ, ഒരു മിനിറ്റ്. ത്രീ 3/4 ഇൻറ്റു 1/3. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 3/12 കിട്ടി. 3ൻ്റെ ടേബിളിൽ 3 ഒരു തവണ, 12ൽ 3 4 ടൈംസ് ഉണ്ട്. സോ ഫൈനൽ ആൻസർ 1/4 കിട്ടും. ഇത് നിങ്ങൾ ഇത്ര കട്ട് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് ചെയ്യാം? സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഒരു 3 ഇവിടെ ഒരു 3 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. സോ 1/4 ആൻസർ കിട്ടും. ഇതല്ലേ കുറച്ചും കൂടി എളുപ്പം? ഇതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് അയക്കേണ്ടതാണ്.
ഇതിൽ കോമൺ ഫാക്ടേഴ്സ് അല്ലാത്തത് മാത്രം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. കോമൺ ഫാക്ടേഴ്സ് വരാത്തത് മാത്രം ഇപ്പോൾ പറഞ്ഞു തരാം. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്ത് അയച്ചോളൂ കേട്ടോ. പറയടാ. ഈ വീഡിയോ അയച്ചു തരുമോ? ആ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഞാൻ അയച്ചു തരാം കേട്ടോ. ഇന്നലെ എനിക്ക് നെറ്റ്വർക്ക് എന്തോ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് വരുമായിരുന്നു. യൂട്യൂബിൽ കയറിയാൽ തന്നെ അത് ഫസ്റ്റ് വീഡിയോ ആയിട്ട് വന്ന് കാണിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് അത് കാണിക്കില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിൽ കയറുക, ഈ യൂണിക് സ്ട്രാറ്റജീസിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കിട്ടും. കുഴപ്പമില്ല, ഞാൻ ഇന്ന് തന്നെ ലിങ്കും അയച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. PDF ലിങ്കും രാവിലെ തന്നെ അയച്ചു തരാം. സമയമുള്ളപ്പോൾ നോക്കിക്കോളൂ. ഓ ദയക്ക് അമ്മ മൊബൈൽ എടുത്തിട്ട് പോകുമല്ലേ? അല്ലേ ദയ? ഇന്ന് ചിലപ്പോ ഞാൻ അമ്മൻ്റെ കൂടെ പോവും. അപ്പോൾ നോട്ട് എടുത്തിട്ട് പോയിക്കോ. പോയിട്ട് അവിടെ പോയി ഇരുന്ന് ചെയ്തോ. ഞാൻ അമ്മനോട് പറഞ്ഞു. ആ അതാണ് നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ആ സ്പീഡിലേ പോകുമ്പോഴാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ വേഗം വേഗം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ദയക്ക് കുറച്ച് ക്ലാസ്സൊന്നും കിട്ടിയിട്ടേ ഇല്ല മാത്സിൻ്റെ. അപ്പോൾ ആ വീഡിയോസും കൂടി നോക്കിക്കോളൂ കേട്ടോ. സോ ഇവിടെ നോക്കൂ, ഞാൻ വരാത്തത് കോമൺ ഫാക്ടർ വരാത്തത് മാത്രം ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് പറയണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കോമൺ ഫാക്ടേഴ്സ് വരുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് ആൻസേഴ്സ് വൃത്തിയായിട്ട് എഴുതിയിട്ട് എനിക്ക് കാണിച്ചു തരണം. സോ 2/9, 2ൻ്റെ ടേബിളിൽ 9 വരില്ല. സോ ഇതിന് കോമൺ ഫാക്ടർ ഇല്ല. സോ 2/9 ആണ് ഫൈനൽ ആൻസർ. 2/21 ഇതിനും കോമൺ ഫാക്ടർ ഇല്ല. പക്ഷേ 4/20 കോമൺ ഫാക്ടർ ഉണ്ട്. ആ കോമൺ ഫാക്ടർ എന്ത് വരും, എന്താണ് ലളിതമായ രൂപം, എന്താണ് സിമ്പിളായ രൂപം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. അടുത്തത് 2/36 കോമൺ ഫാക്ടർ ഉണ്ട്. 4/15 കോമൺ ഫാക്ടർ ഇല്ല. സോ നമുക്ക് ഇതാണ് ഫൈനൽ ആൻസർ. 4/32 കോമൺ ഫാക്ടർ ഉണ്ട്. 12/36 ഉണ്ട്. 15/72 9/28 ഇല്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ 9/28. 1/6 ഇല്ല കോമൺ ഫാക്ടർ. 10/24 5/18 ഇല്ല. 5ൻ്റെ ടേബിളിൽ 18 വരുമോ? ഇല്ല. അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ 30/63 കോമൺ ഫാക്ടർ ഉണ്ട്. 30/63 കോമൺ ഫാക്ടർ ഉണ്ട്. എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ 30 3 10 ടൈംസ് ഉണ്ട്. 63 3 21 ടൈംസ് ഉണ്ട്. ഇനി ഇതിനെ ചുരുക്കാൻ പറ്റില്ല. 10ഉം 21ഉം. അതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഞാൻ ഇതിൻ്റെ പേജ് എന്തെടാ മനസ്സിലായി. അപ്പം ഇതിൻ്റെ പേജ് ഇപ്പം നമ്മൾ ചെയ്തില്ലേ ക്വസ്റ്റ്യന്, അതിൻ്റെ പേജ് ഞാൻ അയച്ചു തരാം. ഇപ്പം തന്നെ അയക്കാം. അപ്പോൾ അതെന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തില്ലേ ക്വസ്റ്റ്യൻസ്, അത് വീഡിയോ ഒന്നും കാണാതെ തന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ വീണ്ടും പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കൂ ട്ടാ. ചെയ്യോ? ഓക്കെ. ഞാൻ നമ്പേഴ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഈ ഞാൻ വായിക്കണ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തോളൂ ട്ടാ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. കിഷാനോ? ഇല്ല. കിഷാൻ പ്ലീസ്, കിഷാൻ ഹോംവർക്ക് ചെയ്ത് അയക്കിട്ടാ, അല്ലെങ്കിൽ നീ വളരെ സ്ലോ ആയി പോവും ട്ടാ കിഷാൻ. അപ്പം ഞാൻ 3 പേർക്ക് അയച്ചിട്ടുണ്ട്. അവന്തിക എന്താ ഒന്നും മിണ്ടാത്തിന്ന്? അവന്തികയ്ക്ക് എന്ത് പറ്റി? എന്തെടാ? എന്തോ ഉണ്ടല്ലോ. അമ്മ ചീത്ത പറഞ്ഞോ? പിന്നെ എന്തോ പറ്റി? എന്തോ ഡള്ളാണല്ലോ. ആൻസേഴ്സ് ഒന്നും അധികം പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നോ? പറഞ്ഞു. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ക്ലാസ് ക്ലോസ് ചെയ്യണം കേട്ടോ. ഇനിയൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കൂടി എടുത്തു പോകും. അത് കാരണം വേണ്ട, നമുക്ക് ഇവിടെ ഇപ്പോൾ വെച്ച് ക്ലോസ് ചെയ്യാം. 3 പേർക്കും ഞാൻ ആ പിക്ക് അയച്ചിട്ടുണ്ട്. ആ പിക്ക് ഒന്ന് എടുത്തിട്ട് 1 2 3 നമ്പർ ഇട്ടിട്ടാണ് തന്നിരിക്കുന്നത്. അതിരുന്ന് ഇപ്പോൾ ചെയ്യുക കേട്ടോ. ചെയ്തിട്ട് ഇപ്പം തന്നെ അയക്കാൻ നോക്കൂ. അമ്മ അപ്പോൾ 9:30 ഇപ്പോൾ ഉള്ളതായ അതിൻ്റെ ഉള്ളിൽ ഇപ്പം തന്നെ ചെയ്യൂ. ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചിട്ട് വേഗം ഇരുന്ന് ചെയ്യൂ. കിഷാൻ നീ വേഗം അയക്കണം കേട്ടോ. കിഷാൻ ഇന്ന് അച്ഛൻ്റെ മൊബൈലിൽ അയക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മൻ്റെ മൊബൈലിൽ നിന്നെങ്കിലും അയക്കാൻ നോക്കൂ കേട്ടോ. ഓക്കെ,
അറ്റ്ലീസ്റ്റ് ആരുടെ മൊബൈൽ അയക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കൈവശം വെക്കൂ. എന്നിട്ട് അടുത്ത ദിവസം കുറച്ച് നേരത്തെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ, അവന്തിക ഇന്നാൾ അങ്ങനെയാണ് ചെയ്തത്. നേരത്തെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞിട്ട് അവൾ കാണിക്കുക ചെയ്തത്, വീഡിയോ ഓൺ ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരിക ചെയ്തത്. അതുമാതിരി ചെയ്താലും മതി. പക്ഷെ ചെയ്തിരിക്കണം. അന്നത്തെ ഹോംവർക്ക് അന്നന്ന് ചെയ്താലാണ് നമ്മുടെ മൈൻഡിൽ റീകളക്ട് ചെയ്യാൻ പറ്റുക അടുത്തടുത്ത ക്ലാസ്സിൽ. കിഷാൻ ചെയ്യോ? എന്തൊക്കെ ഹോംവർക്ക് പെൻഡിങ് ആണോ അതൊക്കെ ഇന്ന് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. കിഷൻ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഇപ്പോൾ അയച്ച പേജ്, അടുത്തത് നീ ചെയ്യേണ്ടത് നമ്പേഴ്സ്, മറ്റേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മെമ്മറൈസ് ചെയ്തിട്ട് പറയണം. വോയിസ് മെസ്സേജ് അയക്കണം. ദയ അയച്ചു കഴിഞ്ഞു. അവന്തിക ഇന്നാൾ കുറച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. കിഷാൻ ഒന്നും ചെയ്തിട്ടില്ല. കിഷാൻ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പം ബൈ എല്ലാവർക്കും. ബൈ.